നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 79.32% വിജയം. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം ആളൂർ സെന്ററിൽ നിന്നും ആരംഭിച്ചു. വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തി. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. +2 പരീക്ഷയിൽ 77.81% വിജയം. മുൻവർഷം ഇത് 78.69% സയൻസ് ഗ്രൂപ്പിൽ 83.25% വിജയം. ഹ്യൂമാനിറ്റീസിൽ 69.16%, കൊമേഴ്സിൽ 74.21% എന്നിങ്ങനെയാണ് വിജയം. സർക്കാർ സ്കൂളുകളിൽ 73.23% വിദ്യാർത്ഥികൾ വിജയിച്ചു. എയ്ഡഡ് സ്കൂളുകളിൽ 82.16%, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 75.91% വിജയിച്ചു. 6 സർക്കാർ സ്കൂളുകൾ 100% വിജയം നേടി. ജൂൺ 21 മുതൽ സേ പരീക്ഷ നടക്കും. VHSEക്ക് 70.6% വിജയം. 26,178 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 18,340 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 79.32% വിജയം. 295 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 30 കുട്ടികൾ ഫുൾ A+ നേടി. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. ദേശീയപാതയിലുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ സമരം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ്, കൊരട്ടി പള്ളി സഹവികാരി അമൽ ഓടനാട്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ഷോൺ പല്ലിശ്ശേരി, മനേഷ് സെബാസ്റ്റ്യൻ, ഫിൻസോ തങ്കച്ചൻ, ജോബി മാനുവൽ, PK ജേക്കബ്, ജെയിംസ് പോൾ, വേണു കണ്ടരുമഠത്തിൽ, വനജ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യത്തിൽ കൂടുതൽ ലഭിച്ചു. അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇത്രയും ഗതാഗത കുരുക്ക് ഈ പ്രദേശത്തുണ്ടായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത്, നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് 4-5 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്നതാണ്. അപ്പോൾ ഈ പരിമിതമായ സമയത്തെങ്കിലും ഈ ട്രാഫിക് കുരുക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, ടോളിലെ കുരുക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയാത്ത സമ്മർദ്ദം എവിടെ നിന്നുണ്ടായി എന്ന് അധികാരികൾ വെളിപ്പെടുത്തണം. ഇതിന് വിലയിരുത്തി വർദ്ധിപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അത്തരം കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമായി നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു 5 മിനിറ്റ് ഇവിടെ ഗതാഗത തടസ്സമുണ്ടായാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, പ്രൊജക്ട് ഡയറക്ടറോട്, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം ആളൂർ സെന്ററിൽ നിന്നും ആരംഭിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല ബാബു ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ആളൂർ നോർത്ത് മേഖലാ പ്രസിഡന്റ് അനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ സിന്ധു ജയൻ, വൈസ് ക്യാപ്റ്റൻ സന്ധ്യ നൈസൻ, മാനേജർ
ഗിൽഷ ശിവജി, മഹിളാ അസോസിയേഷൻ ആളൂർ നോർത്ത് മേഖലാ സെക്രട്ടറി രതി സുരേഷ്, CPIM മാള ഏരിയ കമ്മിറ്റി അംഗം KR ജോജോ, നോർത്ത് മേഖലാ സെക്രട്ടറി KN ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം ജാഥ വടമയിൽ സമാപിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ, വർഗീയത എന്ന് പറയുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കഴിഞ്ഞ 10 വർഷക്കാലവും ഈ 2024 ജയിച്ച് അധികാരത്തിലേറിയതിനു ശേഷവും ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എന്തു മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഓരോ വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മറ്റ് അംഗങ്ങൾ നമ്മളുടെ ഈ 3 ദിവസത്തെ ജാഥയിലേക്ക് നടക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വനിതാ സുഹൃത്തുക്കളെയും നമ്മുടെ ഈ ജാഥ. വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ പണിമുടക്ക് ആരംഭിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു. മുന്നറിയിപ്പില്ലാതെ ആമ്പല്ലൂരിലെ U-ടേൺ അടച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ U-ടേണിലൂടെ കടന്നാണ് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്നത്. അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ കരാർ കമ്പനി U-ടേൺ അടച്ച് വാഹനങ്ങൾ പുതുക്കാട് സെൻട്രലിൽ എത്തി തൃശൂർ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ പക്ഷം. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനിടെ നടപ്പിലാക്കിയ പരിഷ്കാരം മൂലം 20 മിനിറ്റിലേറെ വൈകിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ അടിപ്പാതയിലൂടെ ബസ്സുകൾ മാത്രം കടത്തിവിടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. സമയക്രമം പാലിക്കാൻ കഴിയാതെ ബസ്സുകൾ മത്സരയോട്ടത്തിലേക്കും തൊഴിലാളികൾ തമ്മിലുള്ള തർക്കത്തിലേക്കും നീങ്ങുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ബസ് തൊഴിലാളികളുടെ ആവശ്യം. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾക്ക് ഇപ്പോൾ ഇവിടെ U-ടേൺ എടുത്ത് പോയിരുന്നത് ഇനിയിപ്പോൾ 200-300 മീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് തിരിച്ച് വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പുതുക്കാട് വരെ സിഗ്നലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ 10-15 മിനിറ്റ് പോകും. ഇപ്പോൾ തന്നെ ഈ വഴി ഇങ്ങനെ ബ്ലോക്കാണ്, ഇത്രയും ബ്ലോക്കാണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ സ്കൂൾ തുറക്കലും മഴയും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സ്കൂൾ ബസ്സുകളും ബാക്കി വണ്ടികൾ അധികമായിട്ട് തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർവീസ് നടത്താനായിട്ട് തീരെ പറ്റാവുന്ന സാധ്യതയില്ല. ബസ്സുകൾക്ക് ട്രിപ്പ് പോകൽ, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകളുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വണ്ടികൾ നിർത്തുന്നത്. ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് അടിപ്പാത തുറന്ന് തരണം എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. ഇതിൻ്റെ അടിയിലൂടെ അണ്ടർ പാസേജിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ സമയം തെറ്റാതെ നമുക്ക് ബസ്സിന് സർവീസ് നടത്താൻ പറ്റും. അപ്പോൾ അത് തുറന്ന് കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. CBSE +2 പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 500-ൽ 497 മാർക്ക് നേടി 3ാം റാങ്ക് കരസ്ഥമാക്കിയ നെല്ലായി കൊളത്തൂർ സ്വദേശി നെടിയമ്പറമ്പത്ത് മൈഥിലി മേനോനെ BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആദരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫോണിൽ മൈഥിലിയുമായി സംസാരിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. ചടങ്ങിൽ BJP നേതാക്കളായ NR റോഷൻ, സബീഷ് മരുതയൂർ, VV രാജേഷ്, അരുൺകുമാർ പന്തലൂർ, രാമദാസ് വൈലൂർ, വിജു തച്ചംകുളം, സജീവൻ അമ്പാടത്ത്, പ്രമോദ്, വാർഡംഗം നന്ദിനി സതീശൻ, KK പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജു, രശ്മി എന്നിവരാണ് മാതാപിതാക്കൾ. KSRTC സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാർ സ്കൂട്ടർ യാത്രക്കാരനെ കയ്യേറ്റം ചെയ്തതായി പരാതി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ദേശീയപാത കൊടകര ഗാന്ധിനഗറിന് സമീപമായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാരാണ് സ്കൂട്ടർ യാത്രക്കാരനായ വാസുപുരം നെല്ലിപ്പറമ്പ് സ്വദേശി കളരിക്കൽ രാകേഷിനെ കയ്യേറ്റം ചെയ്തത്. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായ രാകേഷ് ജോലിക്ക് പോകുമ്പോഴാണ് സംഭവം. കനകമല വഴിയിൽ വെച്ച് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് KSRTC എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചതെന്ന് പറയുന്നു. കൊടകര പോലീസ് സ്ഥലത്തെത്തി. ട്രാൻസ്പോർട്ട് വന്ന് ഇടിച്ചു കൊല്ലാൻ നോക്കിയെന്നെ. ഞാൻ സൈഡ് ഒതുങ്ങി ഈ സൈഡ് പിടിച്ച് ഞാൻ വരുന്നേ. ഒരു വട്ടം വെച്ച് അന്നെ ഇടിച്ചു കൊല്ലാൻ നോക്കി. ചോദിച്ചപ്പോൾ എന്നെ 2 പേരും കൂട്ടിയിട്ട് തല്ലിയനെ, ഡ്രൈവറും കണ്ടക്ടറും കൂടിയിട്ട്. ഞാൻ സൈഡ് ഒതുങ്ങി ജോലിക്ക് പോയിരുന്നേ. ഇവരാണ് എന്നെ ഇടിച്ചു കൊല്ലാൻ നോക്കിയത്. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിൻ്റെ അമ്മ 67 വയസ്സുള്ള മേരിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കേരള ചെക്ക് പോസ്റ്റിൽ നിന്ന് 100 മീറ്റർ അകലെ തമിഴ്നാട് പരിധിയിൽ പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. രാത്രി ഷെഡ് പൊളിക്കുന്ന ഒച്ചകെട്ട് പുറത്തിറങ്ങിയ മേരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു.
ഇവരുടെ നിലവിളി കേട്ടെത്തിയ കൂടെയുണ്ടായിരുന്ന സ്ത്രീ ആനയുടെ മുൻപിൽ അകപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ആനയെ തുരത്തിയത്. തമിഴ്നാട് പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം വാൽപ്പാറ ആശുപത്രിയിലേക്ക് മാറ്റി. മലക്കപ്പാറയിലും അതിരപ്പള്ളിയിലും 1 മാസം മുമ്പ് കാട്ടാന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. മലക്കപ്പാറയിൽ വനത്തിനുള്ളിൽ കാട്ടുതേൻ ശേഖരിക്കാൻ പോയ അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ, അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കുകയായിരുന്ന വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,791 രൂപ, പവന് 78,328 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 79.32% വിജയം. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ 2ാം ദിവസത്തെ പര്യടനം ആളൂർ സെന്ററിൽ നിന്നും ആരംഭിച്ചു. വരന്തരപ്പള്ളി, കല്ലൂർ, തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തി. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.